വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴം വെച്ചൊരു വട്ടയപ്പമാണ്. ആവശ്യമുള്ള സാധനങ്ങൾ: ചക്കപ്പഴം, ശർക്കര, പച്ചരി, ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം. ഈ ശർക്കരയ്ക്കകത്തേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ഇത് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചക്കപ്പഴമാണ്. ഏകദേശം ഞാനൊരു 20-25 അല്ലി ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുത്ത ചക്കപ്പഴമാണ്, നല്ല മധുരവും ഉണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് എടുത്തു വെക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിത് 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇനി നമുക്ക് ഈ പച്ചരി നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മുടെ അരി നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചക്കപ്പഴം ഇതുപോലെ പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. അതിനുശേഷം ഈ ചക്കപ്പഴവും ഈ അരച്ചു വെച്ച ചക്കപ്പഴം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന മാവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ അരിമാവും ചക്കപ്പഴത്തിൻ്റെ കൂട്ടും നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ശർക്കരയുടെ പാനിയില്ലേ, അത് നന്നായിട്ട് അരിച്ചതിന് ശേഷം മാത്രം നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നിങ്ങൾ കുറച്ചൊന്ന് ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ മധുരം ഒന്ന് നോക്കുക. ആവശ്യമെങ്കിൽ മാത്രം കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കാരണം മധുരം ഓരോരുത്തർക്കും ഒരേപോലെ ആയിരിക്കത്തില്ലല്ലോ. ചിലവർക്ക് കൂടുതൽ വേണമായിരിക്കും, ചിലർക്ക് കുറവ് മതിയായിരിക്കും. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം നോക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള ശർക്കര പാനിയുടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഏലക്കാപ്പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒരു നുള്ളു മാത്രമേ ആഡ് ചെയ്യാവൂ. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി നമ്മുടെ ബാറ്റർ റെഡിയാക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന പാത്രം ഒരു നെയ്യ് ഒഴിച്ചോ അതല്ലെങ്കിൽ കുറച്ച് എണ്ണയോ നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇതുപോലെ പുരട്ടി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം നല്ലതുപോലെ ഇളകി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോകും. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാവൂ. മുഴുവനായിട്ട് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ഇങ്ങനെ പൊങ്ങി വരാൻ പാടായിരിക്കും. കാരണം കേക്കൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ പകുതിയല്ലേ ഒഴിക്കാറുള്ളൂ, കാരണം കേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അതുപോലെ തന്നെയാണ് ഈ അപ്പവും. അപ്പോൾ നമ്മൾ പകുതി ഭാഗത്തേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് സ്റ്റീമിലാണ്. അപ്പോൾ നമുക്കൊരു ഇഡലിക്കുട്ടകം വെച്ച് ചൂടാക്കാം. ഇഡലിക്കുട്ടകോ സ്റ്റീമറോ വെച്ച് ഇതുപോലെ ചൂടാക്കിയിട്ട് നമ്മുടെ ഈ പാത്രം ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് സ്റ്റീം കയറ്റി നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 അല്ല 15 മിനിറ്റ് നേരമെങ്കിലും നമുക്ക് സ്റ്റീം കയറ്റണം. എന്നാലേ ഈ അപ്പം നല്ലതുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പം ഏകദേശം ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് തുറന്നു നോക്കാം. ഇത് വെന്തോ എന്നറിയാൻ വേണ്ടി ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ നടുക്ക് ഇതുപോലെ ഒന്ന് കുത്തി നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് വെന്തു എന്നാണ് അർത്ഥം. ഇപ്പം നമ്മുടെ അപ്പം പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് സേർവിംഗ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഇഡലി ഉണ്ടാക്കുന്ന മോൾഡില്ലേ, അതിനകത്ത് ഒഴിച്ചാണെങ്കിലും നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്കിങ്ങനെ ഇഡലിയുടെ ഷേപ്പിൽ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം.
അതുപോലെ തന്നെ ഈ അപ്പത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചക്കപ്പഴം കിടുന്ന സമയത്ത് നിങ്ങളിതുപോലെ ട്രൈ ചെയ്യുക. ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.